ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. POC 400 ചോദ്യങ്ങളിലെ ഗലാത്യ, 1 സാമുവൽ എന്നീ ഭാഗങ്ങളിൽ നിന്നുമുള്ള 86 ചോദ്യോത്തരങ്ങളാണ് ഓപ്ഷനോടുകൂടി ഇവിടെ അവതരിപ്പിക്കുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഗലാത്യ 1 മുതൽ 6 വരെ അധ്യായങ്ങളിൽ നിന്നുമുള്ള 38 ചോദ്യങ്ങൾ. ചോദ്യം 1. ആരെല്ലാമാണ് ഗലാത്യക്കാർക്ക് ലേഖനം എഴുതുന്നത്? എ. പൗലോസും സീലാസും. ബി. പൗലോസും എല്ലാ സഹോദരരും. സി. പൗലോസും എല്ലാ വിശ്വാസികളും. ഡി. പൗലോസും എല്ലാ സഹപ്രവർത്തകരും. ഉത്തരം ബി. പൗലോസും എല്ലാ സഹോദരരും. ചോദ്യം 2. ഏത് കാര്യത്തിലാണ് പൗലോസ്ലീഹ മുൻപന്തിയിലായിരുന്നത്? എ. സഭയെ പീഡിപ്പിക്കുന്നതിൽ. ബി. യഹൂദമത പാരമ്പര്യങ്ങളിൽ. സി. യഹൂദമത കാര്യങ്ങളിൽ. ഡി. യഹൂദമത ആചാരങ്ങളിൽ. ഉത്തരം സി. യഹൂദമത കാര്യങ്ങളിൽ. ചോദ്യം 3. പൗലോസ്ലീഹ ജെറൂസലേമിലേക്ക് പോകാതെ എവിടേക്കാണ് പോയത്? എ. ദമാസ്കസിലേക്ക്. ബി. എഫേസോസിലേക്ക്. സി. റോമിലേക്ക്. ഡി. അറേബ്യയിലേക്ക്. ഉത്തരം ഡി. അറേബ്യയിലേക്ക്. ചോദ്യം 4. കേപ്പായോടുകൂടെ എത്ര ദിവസമാണ് പൗലോസ് താമസിച്ചത്? എ. 15 ദിവസം. ബി. 3 ദിവസം. സി. 5 ദിവസം. ഡി. 25 ദിവസം. ഉത്തരം എ. 15 ദിവസം. ചോദ്യം 5. ജെറൂസലേമിൽ നിന്ന് പൗലോസ്ലീഹ എവിടേക്കാണ് പോയത്? എ. സിറിയ ഗലാത്യ. ബി. കേസറിയ ഫിലിപ്പി. സി. സിറിയ കേസറിയ. ഡി. സിറിയ കിലിക്കിയ. ഉത്തരം ഡി. സിറിയ കിലിക്കിയ. ചോദ്യം 6. പൗലോസ്ലീഹായെ പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തിയത് ആര്? എ. ജെറൂസലേമിലെ ശ്രേഷ്ഠന്മാർ. ബി. എഫേസോസിലുള്ള സഭകൾ. സി. യൂദായിലുള്ള സഭകൾ. ഡി. ഗലാത്യയിലുള്ള സഭകൾ. ഉത്തരം സി. യൂദായിലുള്ള സഭകൾ. ചോദ്യം 7. പരിച്ഛേദിതർക്കുള്ള പ്രേഷിതത്വം ആരിലൂടെയാണ് നിറവേറ്റപ്പെടുന്നത്? എ. പൗലോസിലൂടെ. ബി. പത്രോസിലൂടെ. സി. അപ്പസ്തോലന്മാരിലൂടെ. ഡി. വിജാതീയരിലൂടെ. ഉത്തരം ബി. പത്രോസിലൂടെ. ചോദ്യം 8. പൗലോസ്ലീഹായുടെ തീവ്രമായ താൽപ്പര്യമെന്ത്? എ. സുവിശേഷം പ്രസംഗിക്കുക. ബി. പാവപ്പെട്ടവരെ പറ്റിയുള്ള ചിന്ത. സി. പാവങ്ങളെപ്പറ്റിയുള്ള ചിന്ത. ഡി. ദരിദ്രരെ പറ്റിയുള്ള ചിന്ത. ഉത്തരം സി. പാവങ്ങളെപ്പറ്റിയുള്ള ചിന്ത. ചോദ്യം 9. വിജാതീയരുടെ ഒപ്പമിരുന്ന് ഭക്ഷിച്ചതാര്? എ. പത്രോസ്. ബി. പൗലോസ്. സി. ബാർണബാസ്. ഡി. കേപ്പ. ഉത്തരം ഡി. കേപ്പ. ചോദ്യം 10. നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്നവർ ആരെല്ലാം? എ. യാക്കോബ്, കേപ്പ, യോഹന്നാൻ. ബി. യാക്കോബ്, അന്ത്രയോസ്, യോഹന്നാൻ. സി. പത്രോസ്, പൗലോസ്, യോഹന്നാൻ. ഡി. യാക്കോബ്, കേപ്പ, അന്ത്രയോസ്. ഉത്തരം എ. യാക്കോബ്, കേപ്പ, യോഹന്നാൻ. ചോദ്യം 11. കേപ്പ എവിടെ വന്നപ്പോഴാണ് പൗലോസ്ലീഹ അവനിൽ കുറ്റം കണ്ടത്? എ. ജെറൂസലേമിൽ. ബി. കോറിന്തോസിൽ. സി. എഫേസോസിൽ. ഡി. അന്ത്യോക്യായിൽ. ഉത്തരം ഡി. അന്ത്യോക്യായിൽ. ചോദ്യം 12. എങ്ങനെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നത്? എ. യേശുക്രിസ്തുവിലുള്ള ആശ്രയത്തിലൂടെ. ബി. യേശുക്രിസ്തുവിലുള്ള ജീവിതത്തിലൂടെ. സി. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ. ഡി. ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെ. ഉത്തരം സി. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ. ചോദ്യം 13. ഡാഷ് വഴി ഒരുവനും നീതീകരിക്കപ്പെടുകയില്ല. പൂരിപ്പിക്കുക. എ. ഉപവാസം. ബി. നിയമാനുഷ്ഠാനം. സി. നിയമം അനുസരിക്കുന്നത്. ഡി. വിശ്വാസം. ഉത്തരം ബി. നിയമാനുഷ്ഠാനം. ചോദ്യം 14. ആരെയാണ് വിശ്വാസം വഴി നീതീകരിക്കുന്നത്? എ. യഹൂദരെ.
ബി അപരിച്ഛേദിതരെ, സി വിജാതീയരെ, ഡി പരിച്ഛേദിതരെ. ഉത്തരം സി വിജാതീയരെ. ചോദ്യം 15. വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് ഡാഷ് പ്രാപിക്കുന്നു. പൂരിപ്പിക്കുക. എ വാഗ്ദാനം, ബി നിത്യജീവൻ, സി ജീവൻ, ഡി അനുഗ്രഹം. ഉത്തരം ഡി അനുഗ്രഹം. ചോദ്യം 16. ആരാണ് വിശ്വാസം വഴി ജീവിക്കുന്നത്? എ നീതിമാൻ, ബി അബ്രാഹത്തിൻ്റെ മക്കൾ, സി നീതി പ്രവർത്തിക്കുന്നവൻ, ഡി ക്രിസ്തുവിലായിരിക്കുന്നവൻ. ഉത്തരം എ നീതിമാൻ. ചോദ്യം 17. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി ആരിലേക്കാണ് വ്യാപിക്കേണ്ടത്? എ ലോകം മുഴുവൻ, ബി സകല മനുഷ്യരിലേക്കും, സി വിജാതീയരിലേക്ക്, ഡി അപരിച്ഛേദിതരിലേക്ക്. ഉത്തരം സി വിജാതീയരിലേക്ക്. ചോദ്യം 18. ഡാഷ് നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും വാഗ്ദാനത്തിൽ നിന്നായിരിക്കില്ല. പൂരിപ്പിക്കുക. എ വിശ്വാസം, ബി പാരമ്പര്യ അവകാശം, സി പരമ്പരാഗത അവകാശം, ഡി പൈതൃക അവകാശം. ഉത്തരം ബി പാരമ്പര്യ അവകാശം. ചോദ്യം 19. എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് പ്രഖ്യാപിച്ചത്? എ നിയമഗ്രന്ഥം, ബി പ്രവാചക ഗ്രന്ഥം, സി വിശുദ്ധ ഗ്രന്ഥം, ഡി മോശയുടെ നിയമം. ഉത്തരം സി വിശുദ്ധ ഗ്രന്ഥം. ചോദ്യം 20. ഡാഷ് ആവിർഭവിക്കുന്നതിന് മുൻപ് നമ്മൾ നിയമത്തിൻ്റെ കാവലിലായിരുന്നു. പൂരിപ്പിക്കുക. എ വാഗ്ദാനം, ബി പുതിയ നിയമം, സി രക്ഷ, ഡി വിശ്വാസം. ഉത്തരം ഡി വിശ്വാസം. ചോദ്യം 21. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ഗലാത്യക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്ത്? എ സ്നാനം, ബി വിശ്വാസം, സി ആത്മാവ്, ഡി വചനം. ഉത്തരം എ സ്നാനം. ചോദ്യം 22. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ ആരുടെ സന്തതികളാണ്? എ അബ്രാഹത്തിൻ്റെ, ബി ദൈവത്തിൻ്റെ, സി പിതാവിൻ്റെ, ഡി വിശ്വാസത്തിൻ്റെ. ഉത്തരം എ അബ്രാഹത്തിൻ്റെ. ചോദ്യം 23. കാലസമ്പൂർണതയിൽ ദൈവം ആരെയാണ് അയച്ചത്? എ തൻ്റെ ഏകജാതനെ, ബി തൻ്റെ പുത്രനെ, സി സ്വപുത്രനെ, ഡി രക്ഷകനെ. ഉത്തരം ബി തൻ്റെ പുത്രനെ. ചോദ്യം 24. പുത്രനെങ്കിൽ ഡാഷ് അനുസരിച്ച് അവകാശിയുമാണ്. പൂരിപ്പിക്കുക. എ നിയമം, ബി വാഗ്ദാനം, സി ദൈവഹിതം, ഡി പാരമ്പര്യം. ഉത്തരം സി ദൈവഹിതം. ചോദ്യം 25. ആരാണ് വാഗ്ദാനപ്രകാരം ജനിച്ചത്? എ ക്രിസ്തു, ബി അബ്രാഹത്തിൻ്റെ പുത്രൻ, സി ഇസഹാക്ക്, ഡി സ്വതന്ത്രയുടെ പുത്രൻ. ഉത്തരം ഡി സ്വതന്ത്രയുടെ പുത്രൻ. ചോദ്യം 26. ആരാണ് സ്വതന്ത്ര? എ സ്വർഗീയ ജെറൂസലേം, ബി ജെറൂസലേം പുത്രിമാർ, സി സാറ, ഡി ആത്മീയ ജെറൂസലേം. ഉത്തരം എ സ്വർഗീയ ജെറൂസലേം. ചോദ്യം 27. നമ്മൾ ആരെപ്പോലെ വാഗ്ദാനത്തിൻ്റെ മക്കളാണ്? എ യേശു, ബി അബ്രാഹം, സി ഇസഹാക്ക്, ഡി മെൽക്കിസദേക്ക്. ഉത്തരം സി ഇസഹാക്ക്. ചോദ്യം 28. ഡാഷ് നുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. പൂരിപ്പിക്കുക. എ പാപത്തിൻ്റെ, ബി അടിമത്തത്തിൻ്റെ, സി തിന്മയുടെ, ഡി അന്ധകാരത്തിൻ്റെ. ഉത്തരം ബി അടിമത്തത്തിൻ്റെ. ചോദ്യം 29. എന്തിലൂടെ നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെയാണ് കാത്തിരിക്കുന്നത്? എ ആത്മാവിലൂടെ വിശ്വാസം വഴി, ബി വാഗ്ദാനത്തിലൂടെ വിശ്വാസം വഴി, സി പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി, ഡി പരിശുദ്ധാത്മാവിലൂടെ വാഗ്ദാനം വഴി. ഉത്തരം
സി പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി. ചോദ്യം 30 സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ ഡാഷ് ആണ് സുപ്രധാനം പൂരിപ്പിക്കുക. എ സുവിശേഷ പ്രഘോഷണം, ബി ജീവിതം, സി സാക്ഷ്യം, ഡി വിശ്വാസം. ഉത്തരം ഡി വിശ്വാസം. ചോദ്യം 31 ആത്മാവിന് എതിരായിട്ടുള്ളത് എന്ത്? എ ജഡമോഹങ്ങൾ, ബി ജഡത്തിൻ്റെ പ്രവണത, സി പാപം, ഡി ജഡികാസക്തികൾ. ഉത്തരം എ ജഡമോഹങ്ങൾ. ചോദ്യം 32 ജഡത്തിന് എതിരായിട്ടുള്ളത് എന്ത്? എ ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ, ബി പരിശുദ്ധാത്മാവിൻ്റെ അഭിലാഷങ്ങൾ, സി ആത്മാവിൻ്റെ ആഗ്രഹങ്ങൾ, ഡി ആത്മാവിൻ്റെ അശുദ്ധി. ഉത്തരം എ ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ. ചോദ്യം 33 ഇവയ്ക്കെതിരെ ഒരു നിയമവുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? എ ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ, ബി ആത്മാവിൻ്റെ വരങ്ങൾ, സി പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, ഡി ആത്മാവിൻ്റെ ഫലങ്ങൾ. ഉത്തരം ഡി ആത്മാവിൻ്റെ ഫലങ്ങൾ. ചോദ്യം 34 തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചവർ ആര്? എ ദൈവത്തിനുള്ളവർ, ബി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, സി യേശുക്രിസ്തുവിനുള്ളവർ, ഡി യേശുക്രിസ്തുവിനുള്ളവൻ. ഉത്തരം സി യേശുക്രിസ്തുവിനുള്ളവർ. ചോദ്യം 35 സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് കൊയ്തെടുക്കുന്നത് എന്ത്? എ പാപം, ബി നാശം, സി തിന്മ, ഡി അശുദ്ധി. ഉത്തരം ബി നാശം. ചോദ്യം 36 ആത്മാവിനായി വിതയ്ക്കുന്നവൻ കൊയ്തെടുക്കുന്നതെന്ത്? എ ആത്മീയ ഫലങ്ങൾ, ബി നിത്യജീവൻ, സി ആത്മാവിൻ്റെ രക്ഷ, ഡി നിത്യരക്ഷ. ഉത്തരം ബി നിത്യജീവൻ. ചോദ്യം 37 നമുക്ക് മടുപ്പ് തോന്നാതിരിക്കേണ്ടത് എന്തിൽ? എ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ, ബി നന്മ പ്രവർത്തിക്കുന്നതിൽ, സി നന്മ ചെയ്യുന്നതിൽ, ഡി വചനം പാലിക്കുന്നതിൽ. ഉത്തരം സി നന്മ ചെയ്യുന്നതിൽ. ചോദ്യം 38 പൗലോസ്ലീഹ ശരീരത്തിൽ എന്താണ് ധരിക്കുന്നത്? എ ക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ, ബി ദൈവത്തിൻ്റെ അടയാളങ്ങൾ, സി വിശ്വാസത്തിൻ്റെ അടയാളങ്ങൾ, ഡി യേശുവിൻ്റെ അടയാളങ്ങൾ. ഉത്തരം ഡി യേശുവിൻ്റെ അടയാളങ്ങൾ. തുടർന്ന് 1 സാമുവേൽ 1 മുതൽ 7 വരെ അധ്യായങ്ങളിൽ നിന്നുമുള്ള 48 ചോദ്യോത്തരങ്ങൾ. ചോദ്യം 39 എൽക്കാന ഏത് വംശത്തിൽപ്പെട്ടവനായിരുന്നു? എ ഇസ്രായേൽ വംശജൻ, ബി എഫ്രായിം വംശജൻ, സി ദാൻ വംശജൻ, ഡി സൂഫ് വംശജൻ. ഉത്തരം ഡി സൂഫ് വംശജൻ. ചോദ്യം 40 എൽക്കാന എവിടെ നിന്നുള്ളവനായിരുന്നു? എ എഫ്രായിം നാട്ടിലെ റാമാത്തൈമിൽ, ബി എഫ്രായിം മലനാട്ടിലെ റാമാത്തയിൽ, സി എഫ്രായിം മലനാട്ടിലെ റാമാത്തൈമിൽ, ഡി എഫ്രായിം പട്ടണത്തിലെ റാമാത്തൈമിൽ. ഉത്തരം സി എഫ്രായിം മലനാട്ടിലെ റാമാത്തൈമിൽ. ചോദ്യം 41 ആരായിരുന്നു ഷീലോയിലെ പുരോഹിതന്മാർ? എ ഏലിയുടെ പുത്രന്മാരായ ഹോഹ്നിയും ഫിനെഹാസും, ബി ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും, സി ഏലിയായുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും, ഡി ഏലിയുടെ മക്കളായ ഹോഫ്നിയും ഫിനെഹാസും. ഉത്തരം ബി ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും. ചോദ്യം 42 എൽക്കാന കൂടുതൽ സ്നേഹിച്ചിരുന്ന ഹന്നായ്ക്ക് എത്രയാണ് ഓഹരി കൊടുത്തിരുന്നത്? എ ഒരംശം മാത്രം, ബി 10-1 സി പകുതി ഓഹരി, ഡി ഒരൽപ്പം മാത്രം. ഉത്തരം എ ഒരംശം മാത്രം. ചോദ്യം 43 ദൈവാലയത്തിൻ്റെ വാതിൽപ്പടിക്ക് സമീപം ആരാണ് ഇരുന്നിരുന്നത്?
എ വൃദ്ധനായ ഏലി, ബി വയോധികനായ ഏലി, സി ദൈവപുരുഷനായ ഏലി, ഡി പുരോഹിതനായ ഏലി. ഉത്തരം ഡി പുരോഹിതനായ ഏലി. ചോദ്യം 44. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ ആരാണ് അവളെ ശ്രദ്ധിച്ചിരുന്നത്? എ പുരോഹിതൻ, ബി ദേവാലയ ശുശ്രൂഷകൻ, സി ഏലി, ഡി സാമുവൽ. ഉത്തരം സി ഏലി. ചോദ്യം 45. കാളക്കുട്ടിയെ ബലിയർപ്പിച്ചതിന് ശേഷം ശിശുവിനെ ആരുടെ അടുക്കലേക്കാണ് കൊണ്ടുവന്നത്? എ കർത്താവിൻ്റെ, ബി ഏലിയുടെ, സി പുരോഹിതൻ്റെ, ഡി ഏലീശായുടെ. ഉത്തരം ബി ഏലിയുടെ. ചോദ്യം 46. നിന്റെ നാവിൽ നിന്ന് പുറപ്പെടാതിരിക്കേണ്ടത് എന്ത്? എ അസത്യം, ബി അഹങ്കാരം, സി ആത്മപ്രശംസ, ഡി ഗർവ്. ഉത്തരം ഡി ഗർവ്. ചോദ്യം 47. ആരുടെ വില്ലുകളാണ് തകരുന്നത്? എ വില്ലാളിയുടെ, ബി ധീരന്മാരുടെ, സി വീരന്മാരുടെ, ഡി പടയാളികളുടെ. ഉത്തരം സി വീരന്മാരുടെ. ചോദ്യം 48. ആഹാരത്തിനു വേണ്ടി കൂലിപ്പണി ചെയ്യുന്നവർ ആര്? എ ദരിദ്രർ, ബി സുഭിക്ഷം ജീവിച്ചിരുന്നവർ, സി സുഭിക്ഷം ഭക്ഷിച്ചിരുന്നവർ, ഡി സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ. ഉത്തരം ഡി സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ. ചോദ്യം 49. കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നത് ആരെ? എ അഗതിയെ, ബി ദരിദ്രനെ, സി അനാഥനെ, ഡി അശരണരെ. ഉത്തരം എ അഗതിയെ. ചോദ്യം 50. അഗതിയെ എന്തിനാണ് അവകാശികളാക്കുന്നത്? എ സ്ഥാനമാനങ്ങൾക്ക്, ബി ഉയർന്ന സ്ഥാനങ്ങൾക്ക്, സി ഉന്നതരുടെ സ്ഥാനങ്ങൾക്ക്, ഡി ഉന്നത സ്ഥാനങ്ങൾക്ക്. ഉത്തരം ഡി ഉന്നത സ്ഥാനങ്ങൾക്ക്. ചോദ്യം 51. ആരുടെ പാദങ്ങളെയാണ് അവിടുന്ന് കാക്കുന്നത്? എ സത്യസന്ധരുടെ, ബി വിനീതരുടെ, സി വിശ്വസ്തരുടെ, ഡി വിശ്വാസികളുടെ. ഉത്തരം സി വിശ്വസ്തരുടെ. ചോദ്യം 52. ആർക്കെതിരായാണ് ആകാശത്തിൽ ഇടിമുഴക്കുന്നത്? എ ശത്രുക്കൾക്ക്, ബി പ്രതിയോഗികൾക്ക്, സി പ്രതികാരമോഹികൾക്ക്, ഡി ശത്രുപാളയങ്ങൾക്ക്. ഉത്തരം ബി പ്രതിയോഗികൾക്ക്. ചോദ്യം 53. മാംസം പാകം ചെയ്യുമ്പോൾ മുപ്പല്ലുകൊണ്ട് കുത്തിയെടുക്കുന്നത് ആരാണ്? എ ദേവാലയ ഭൃത്യൻ, ബി ഏലിയുടെ പുത്രന്മാർ, സി പുരോഹിതൻ്റെ ഭൃത്യൻ, ഡി പുരോഹിതൻ്റെ വേലക്കാരൻ. ഉത്തരം സി പുരോഹിതൻ്റെ ഭൃത്യൻ. ചോദ്യം 54. സാമുവൽ ധരിച്ചിരുന്നത് എന്ത്? എ പട്ടുനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രം, ബി ചണനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രം, സി തൊങ്ങലുകൾ പിടിപ്പിച്ചത്, ഡി സ്വർണ്ണ നൂൽ കൊണ്ട് നെയ്തത്. ഉത്തരം ബി ചണനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രം. ചോദ്യം 55. കർത്താവ് സാമുവലിനെ ആദ്യം എത്ര തവണ വിളിച്ചു? എ 2, ബി 3, സി 4, ഡി 5. ഉത്തരം എ 2. ചോദ്യം 56. സാമുവലിനെ മൂന്നാമത് വിളിച്ചപ്പോൾ അത് കർത്താവാണെന്ന് ആർക്കാണ് മനസ്സിലായത്? എ ഏലിയായ്ക്ക്, ബി എലീഷായ്ക്ക്, സി എൽഖാനയ്ക്ക്, ഡി ഏലിക്ക്. ഉത്തരം ഡി ഏലിക്ക്. ചോദ്യം 57. എത്ര പ്രാവശ്യം കർത്താവ് സാമുവലിനെ വിളിച്ചു? എ 2 പ്രാവശ്യം, ബി 3 പ്രാവശ്യം, സി 4 പ്രാവശ്യം, ഡി 5 പ്രാവശ്യം. ഉത്തരം സി 4 പ്രാവശ്യം. ചോദ്യം 58. മക്കൾ ഡാഷ് പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞത് മൂലം ഏലിയുടെ കുടുംബത്തിൻ്റെ മേൽ ശിക്ഷാവിധി നടത്തും. പൂരിപ്പിക്കുക. എ ദൈവ അധിക്ഷേപം, ബി ദൈവദൂഷണം, സി ദൈവനിന്ദ, ഡി ദൈവത്തിന് നിരക്കാത്തത്.
ഉത്തരം ബി ദൈവദൂഷണം. ചോദ്യം 59. അവൻ്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമാക്കാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. ആരുടെ? എ ഏലി, ബി സാമുവൽ, സി ദാവീദ്, ഡി സോളമൻ. ഉത്തരം ബി സാമുവൽ. ചോദ്യം 60. കർത്താവ് സാമുവലിന് ദർശനം നൽകിയത് എവിടെ? എ എഫ്രാത്തയിൽ, ബി അഷ്കലോണിൽ, സി ഷീലോയിൽ, ഡി ജെറുസലേമിൽ. ഉത്തരം സി ഷീലോയിൽ. ചോദ്യം 61. സാമുവലിൻ്റെ വാക്ക് ആരാണ് ആദരിച്ചത്? എ ഇസ്രായേൽ ജനം മുഴുവൻ, ബി ഇസ്രായേൽ ജനത മുഴുവൻ, സി ഇസ്രായേൽ ദേശം മുഴുവൻ, ഡി ഇസ്രായേൽ മുഴുവൻ. ഉത്തരം ഡി ഇസ്രായേൽ മുഴുവൻ. ചോദ്യം 62. ഇസ്രായേൽ എവിടെയാണ് പാളയമടിച്ചത്? എ എബനേസറിൽ, ബി അഫേക്കിൽ, സി എക്രോണിൽ, ഡി അഷ്കലോണിൽ. ഉത്തരം എ എബനേസറിൽ. ചോദ്യം 63. ഫിലിസ്തീർ എവിടെയാണ് പാളയമടിച്ചത്? എ എബനേസറിൽ, ബി അഫേക്കിൽ, സി എക്രോണിൽ, ഡി അഷ്കലോണിൽ. ഉത്തരം ബി അഫേക്കിൽ. ചോദ്യം 64. എവിടെ നിന്ന് കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരണമെന്നാണ് പറയുന്നത്? എ ഗിലയാദിൽ നിന്ന്, ബി ഏദോമിൽ നിന്ന്, സി എബനേസറിൽ നിന്ന്, ഡി ഷീലോയിൽ നിന്ന്. ഉത്തരം ഡി ഷീലോയിൽ നിന്ന്. ചോദ്യം 65. ഡാഷിലേക്ക് ആളയച്ച് ഡാഷ് മേൽ എഴുന്നള്ളിയിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു. പൂരിപ്പിക്കുക. എ ഷീലോ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ, ബി ഷീലോ ബലിപീഠത്തിൻ്റെ, സി ഷീലോ കെരൂബുകളുടെ, ഡി ഷീലോ സിംഹാസനത്തിൻ്റെ. ഉത്തരം സി ഷീലോ കെരൂബുകളുടെ. ചോദ്യം 66. ആരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഉഗ്ര അട്ടഹാസത്തിൻ്റെ സൂചന എന്തെന്നാണ് ഫിലിസ്തീർ തിരക്കിയത്? എ ഇസ്രായേല്യരുടെ, ബി ഹെബ്രായരുടെ, സി യഹൂദരുടെ, ഡി മൊവാബ്യരുടെ. ഉത്തരം ബി ഹെബ്രായരുടെ. ചോദ്യം 67. പാളയത്തിൽ ആര് എത്തിയിട്ടുണ്ടെന്നാണ് ഭയചകിതരായ ഫിലിസ്തീർ പറഞ്ഞത്? എ ദൈവദൂതന്മാർ, ബി ദൈവപുരുഷൻ, സി ദേവന്മാർ, ഡി മല്ലന്മാർ. ഉത്തരം സി ദേവന്മാർ. ചോദ്യം 68. ആരാണ് ഫിലിസ്തീർക്ക് അടിമകളായിരുന്നത്? എ ഇസ്രായേല്യർ, ബി ജബൂസ്യർ, സി എദോമ്യർ, ഡി ഹെബ്രായർ. ഉത്തരം ഡി ഹെബ്രായർ. ചോദ്യം 69. ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൽ എത്ര പടയാളികൾ നിലം പതിച്ചു? എ 30,000, ബി 3000, സി 34,000, ഡി 20,000. ഉത്തരം എ 30,000. ചോദ്യം 70. ഫിനെഹാസിൻ്റെ പുത്രൻ്റെ പേര്? എ ഇസഹാക്ക്, ബി യാക്കോബ്, സി ഇഖാബോദ്, ഡി ഇസാക്കർ. ഉത്തരം സി ഇഖാബോദ്. ചോദ്യം 71. ദൈവത്തിൻ്റെ പേടകം എവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുപോയി? എ എക്രോണിൽ നിന്ന് അഷ്ദോദിലേക്ക്, ബി എബ്നേസറിൽ നിന്ന് അഷ്ദോദിലേക്ക്, സി അഷ്ദോദിൽ നിന്ന് എബ്നേസറിലേക്ക്, ഡി എബ്നേസറിൽ നിന്ന് അഷ്കലോണിലേക്ക്. ഉത്തരം ബി എബ്നേസറിൽ നിന്ന് അഷ്ദോദിലേക്ക്. ചോദ്യം 72. ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം എവിടേക്ക് കൊണ്ടുപോകാമെന്നാണ് ഫിലിസ്തീയ പ്രഭുക്കൾ പറഞ്ഞത്? എ അഷ്ദോദിലേക്ക്, ബി അഷ്കലോണിലേക്ക്, സി ഗത്തിലേക്ക്, ബി എബ്നേസറിലേക്ക്. ഉത്തരം സി ഗത്തിലേക്ക്. ചോദ്യം 73. ഗത്തിലുള്ളവർ കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടപ്പോൾ പേടകം എവിടേക്കാണ് കൊണ്ടുപോയത്? എ അഷ്ദോദിലേക്ക്, ബി അഷ്കലോണിലേക്ക്, സി എബ്നേസറിലേക്ക്, ഡി എക്രോണിലേക്ക്. ഉത്തരം ഡി എക്രോണിലേക്ക്. ചോദ്യം 74.
പേടകം എക്രോണിലെത്തിയപ്പോൾ ആരാണ് മുറവിളി കൂട്ടിയത്? എ. തദ്ദേശവാസികൾ, ബി. ഫിലിസ്തീർ, സി. ജനങ്ങൾ, ഡി. ദേശവാസികൾ. ഉത്തരം എ. തദ്ദേശവാസികൾ. ചോദ്യം 75. കർത്താവിൻ്റെ പേടകം എത്ര മാസമാണ് ഫിലിസ്തീയരുടെ കൈകളിലായിരുന്നത്? എ. 17 മാസം, ബി. 7 മാസം, സി. 8 മാസം, ഡി. 27 മാസം. ഉത്തരം ബി. 7 മാസം. ചോദ്യം 76. 6-ാം അധ്യായത്തിൽ ചോദ്യങ്ങൾ മാത്രമുള്ള വാക്യം ഏത്? എ. 6:2, ബി. 6:3, സി. 6:6, ഡി. 6:7. ഉത്തരം സി. 6:6. ചോദ്യം 77. ആരാണ് ബെത്ഷെമെഷ് അതിർത്തി വരെ അനുധാവനം ചെയ്തത്? എ. ഫിലിസ്തീയ ജനങ്ങൾ, ബി. ഫിലിസ്തീയ പുരോഹിതർ, സി. ഫിലിസ്തീയ പ്രഭുക്കന്മാർ, ഡി. എക്രോണിലെ ജനങ്ങൾ. ഉത്തരം സി. ഫിലിസ്തീയ പ്രഭുക്കന്മാർ. ചോദ്യം 78. വയലിൽ ഗോതമ്പ് കൊയ്തുകൊണ്ടിരുന്ന ബെത്ഷെമെഷിലെ ജനങ്ങൾ തലയുയർത്തി നോക്കിയപ്പോൾ കണ്ടത് എന്ത്? എ. പശുക്കളെ കെട്ടിയ വണ്ടി, ബി. ഫിലിസ്തീയ പ്രഭുക്കന്മാരെ, സി. പാഞ്ഞെടുക്കുന്ന പടയാളികളെ, ഡി. കർത്താവിൻ്റെ പേടകം. ഉത്തരം ഡി. കർത്താവിൻ്റെ പേടകം. ചോദ്യം 79. കർത്താവിൻ്റെ പേടകവും സ്വർണ്ണയുരുപ്പടികൾ വെച്ചിരുന്ന പെട്ടിയും താഴെ ഇറക്കിയത് ആരാണ്? എ. വയലിലെ ഭൃത്യന്മാർ, ബി. ഫിലിസ്തീയ പ്രഭുക്കന്മാർ, സി. ദേവാലയ ശുശ്രൂഷകർ, ഡി. ലേവ്യർ. ഉത്തരം ഡി. ലേവ്യർ. ചോദ്യം 80. ഇസ്രായേൽ മുഴുവൻ മിസ്പായിൽ ഒരുമിച്ച് കൂടുവിൻ എന്ന് ആരാണ് പറഞ്ഞത്? എ. ഏലി, ബി. സാവൂൾ, സി. സാമുവൽ, ഡി. സാംസൺ. ഉത്തരം സി. സാമുവൽ. ചോദ്യം 81. ഇസ്രായേൽക്കാർ എവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോഴാണ് ഫിലിസ്തീയ പ്രഭുക്കന്മാർ ഇസ്രായേല്യരെ ആക്രമിക്കാൻ പുറപ്പെട്ടത്? എ. ബഥേലിൽ, ബി. ഗിൽഗാലിൽ, സി. മിസ്പായിൽ, ഡി. ജഷാനയിൽ. ഉത്തരം സി. മിസ്പായിൽ. ചോദ്യം 82. ഫിലിസ്തീരിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതിന് ദൈവമായ കർത്താവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണമേ എന്ന് ഇസ്രായേൽക്കാർ ആരോടാണ് അപേക്ഷിച്ചത്? എ. സാമുവലിനോട്, ബി. മോശയോട്, സി. ജോഷുവയോട്, ഡി. ഏലിയോട്. ഉത്തരം എ. സാമുവലിനോട്. ചോദ്യം 83. മുലകുടി മാറാത്ത ഒരാട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ദഹനബലിയായി കർത്താവിന് അർപ്പിച്ചത് ആരാണ്? എ. ഹന്ന, ബി. എൽക്കാന, സി. എസക്കിയേൽ, ഡി. സാമുവൽ. ഉത്തരം എ. ഡി. സാമുവൽ. ചോദ്യം 84. ഇതുവരെ ദൈവം സഹായിച്ചു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് ഇട്ട പേര് എന്ത്? എ. എക്രോൺ, ബി. ബഥേൽ, സി. എബനേസർ, ഡി. ഗിൽഗാൽ. ഉത്തരം സി. എബനേസർ. ചോദ്യം 85. എബനേസർ എന്ന വാക്കിൻ്റെ അർത്ഥം? എ. പ്രകാശിതമായ, ബി. സഹായശില, സി. ദൈവത്തിൻ്റെ ദാനം, ഡി. പുണ്യഭൂമി. ഉത്തരം ബി. സഹായശില. ചോദ്യം 86. സാമുവലിൻ്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം ഏത്? എ. മാറ, ബി. റാമാത്തയും, സി. എഫ്രാത്ത, ഡി. റാമ. ഉത്തരം ഡി. റാമ. ഇതോടെ ഈ സെറ്റിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.